ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 3 വർഷത്തിന് ശേഷം 4ാമത്തെ വർഷത്തിന്റെ ആദ്യത്തെ ദിവസമാണെന്ന്. ഇന്ന് കഥയിലുണ്ട് ഒരു കാര്യം, അതിന്റെ 41ാമത്തെ സെഷനാണ്. നമുക്ക് വേണ്ടി കഥ പറയുന്നത് ജോഷി സാറാണ്. തീർച്ചയായിട്ടും കഥകളിലെ അറിവുകൾ അതൊരു വേറിട്ട അറിവാണ്. അതിനേക്കാളും വലുതാണ് അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. തീർച്ചയായിട്ടും ആ സന്തോഷം പൊതുവെ നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഥ പറയുന്ന ആ വിഷയത്തിൽ കഥ പറയാൻ എല്ലാവരും തയ്യാറെടുക്കുക. അതൊരു പുതിയൊരു അനുഭവമായി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും കഥ പറച്ചിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ജോഷ് സാറിനെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. ജോഷ് സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും ഈ സായാഹ്നത്തിന്റെ എല്ലാ വിധത്തിലുള്ള നന്മകളും ആശംസിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഇത്തരത്തിൽ സമ്മേളിക്കാൻ സാധിക്കുന്നതിലുള്ള എൻ്റെ സന്തോഷം അറിയിക്കട്ടെ. ഇന്നത്തെ കഥ മലയാളത്തിന്റെ ഏറ്റവും സുന്ദരമായ കഥകൾ സമ്മാനിച്ചിട്ടുള്ള കരൂർ നീലകണ്ഠപിള്ളയെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലക്ഷണമൊത്ത കഥയാണ് അദ്ദേഹത്തിന്റെ ഒരു കഥ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ജോസഫ് ജോൺ സാറ് അവതരിപ്പിച്ചിരുന്നു. ഇന്ന് ഞാൻ പറയുന്നത് പൂവമ്പഴം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ മറ്റൊരു കഥയാണ്. ഈ നീലകണ്ഠപിള്ളയുടെ കഥയ്ക്ക് ആകെക്കൂടി നമ്മുടെ സംവിധാനത്തിലെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ചില നീളം കൂടുതലുണ്ട് അദ്ദേഹത്തിന്റെ കഥകളല്ല, അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ കഥയ്ക്ക് ആ കഥയുടെ എല്ലാ ഭംഗിയും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ വീടിന്റെ കിഴക്കേത് ഒരു വലിയ ജന്മിയുടെ മനയാണ്. ഞങ്ങൾ അവരെ ആശ്രയിച്ചും സേവിച്ചുമാണ് കഴിയുന്നത്. ഞങ്ങൾ പരസ്പരം ഉപകാരികളാണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ശരിയായിരിക്കും. അവർ യജമാനന്മാരും ഞങ്ങൾ വൃത്യരും. മനക്കൽ എന്തെങ്കിലും വിശേഷമുണ്ടായാൽ തുറന്നാൽ ഉണ്ണിയൂണ്, വേളി, പിണ്ടം എന്തെങ്കിലും അന്ന് ഞങ്ങളുടെ വീട്ടിൽ തീ കത്തിച്ചിട്ട് ആവശ്യമില്ല. തിരുവാതിരയായാൽ മറ്റെവിടെ മനക്കലേ പോവും. മറ്റെവിടെ കൈകൊട്ടിക്കളി ഉണ്ടായാലും എൻ്റെ വീട്ടിലെ സ്ത്രീകൾ അവിടെ മാത്രമേ പോകൂ. ഞങ്ങൾ കുട്ടികൾ മാമ്പഴമുള്ള കാലത്ത് മനക്കലെ മാഞ്ചുവട്ടിൽ മാടം വെച്ച് കളിക്കുകയും മാമ്പഴം പെറുക്കുകയും ചെയ്യും. അവിടുത്തെ മുറ്റത്തുള്ള മരത്തിലാണ് ഞങ്ങൾ ഓണക്കാലത്ത് ഊഞ്ഞാൽ ആടാറുള്ളത്. അങ്ങനെ പറയേണ്ട, ആ മന ഞങ്ങൾക്ക് വീട്ടിലും ഉപരിയാണ്. അവിടെ എൻ്റെ പ്രായത്തിലൊരു ഉണ്ണി ഉണ്ടായിരുന്നു, വാസുക്കുട്ടൻ. ഞങ്ങൾ വലിപ്പച്ചെറുപ്പമില്ലാത്ത ചങ്ങാതികളായിരുന്നു, പിരിയാത്ത കൂട്ടുകാർ. കഷ്ടം, ആ ഉണ്ണി 3 കൊല്ലം മുമ്പ് മരിച്ചുപോയി.
അതിന്റെ അമ്മ അതെങ്ങനെ സഹിച്ചോ? ഭർത്താവ് മരിച്ചതിൽ പിന്നെ ആ സ്ത്രീയുടെ ആശാകേന്ദ്രം ആ ബാലനായിരുന്നു. 10 കൊല്ലക്കാലം ആ വിധവ അനുഭവിച്ച ദുഃഖങ്ങൾക്കിടയ്ക്ക് കാണാറുള്ള മധുര സ്വപ്നങ്ങൾ അങ്ങനെ അവസാനിച്ചു. 3 കൊല്ലങ്ങൾക്ക് മുമ്പ്. ആ അന്തർജനത്തിന് ഇങ്ങനെയൊന്നും വരേണ്ടതല്ല. അവരെ പരിചയമുള്ളവർ, അവരുടെ വർത്തമാനം കേട്ടിട്ടുള്ളവർ ആഗ്രഹിക്കും അവർക്ക് നന്മ വരണമെന്ന്. അവരെ ഒരിക്കൽ കണ്ടിട്ടുള്ളവർ ഒരുത്തരും കണ്ണീർ പൊഴിക്കാതിരിക്കുകയില്ല. അവരുടെ ഇന്നത്തെ നില അറിഞ്ഞാൽ എന്താണ് അവർക്കൊരു സുഖമുള്ളത്? എന്തിനാണ് അവരിനി ജീവിച്ചിരിക്കുന്നത്? അവരുടെ പേര് ഉണ്ണിമ എന്നോ നങ്ങയ്യ എന്നോ ഏതാണ്ടാണ്. എന്നാലും അയൽപ്പക്കത്തുള്ള പെണ്ണുങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് പൂവമ്പഴം എന്നൊരു പേരാണ്. ആക്ഷേപിച്ച് പറയുന്നതല്ല കേട്ടോ. അവരുടെ മാതൃഗൃഹം പൂവമ്പുഴ എന്നൊരു സ്ഥലത്താണ്. അതിൽ നിന്ന് ഇങ്ങനെ ഒരു പേര് പ്രചാരത്തിലായി. അവർക്ക് ആ പേര് ആണ് തികച്ചും ചേരുന്നതും. വെളുത്ത് ചുവന്ന് മെഴുത്തിട്ടാണവർ. മകൻ മരിച്ചതിൽ പിന്നെ ഒരിക്കലോ മറ്റോ ആണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. എനിക്ക് ഏതാണ്ട് പുരുഷപ്രാപ്തിയായി. അവർ ഒരു അന്തർജനവും. ഒരു ദിവസം അമ്മ പറഞ്ഞു, നിന്നെ ആണ്ടടാ പൂവമ്പഴം വിളിക്കുന്നു ആ മതിലിങ്കലെ. ഞാനൊരു ഗൃഹപാഠ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വിളിച്ചത് കിണറ്റിൽ പോയ തൊട്ടി എടുത്തു കൊടുക്കാനോ പീടികയിൽ പോകാനോ വല്ലതുമായിരിക്കും. എനിക്ക് ഒട്ടും രസിക്കില്ല. എന്റെ വീട്ടുകാരൊക്കെ മനക്കൽ വേലക്കാരാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും. ഹൈസ്കൂളിൽ പഠിക്കുന്ന എനിക്ക് അതൊരു കുറവായി തോന്നിയിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ടാണ് അവിടെ വീട്ടുപണിക്ക് പോകുന്നത്. അതുകൊണ്ട് ദാരിദ്ര്യം മാറുന്നുണ്ടോ? ഒട്ടില്ലതാണ്. ഗതി പിടിക്കാനുള്ള വഴി നോക്കണമെന്ന് വിചാരമില്ല. അന്നന്നത്തെ കഞ്ഞിക്ക് മനക്കിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് കുടുംബത്തോടെയുള്ള ഈ നിത്യദാസ്യത്തിനൊരു മാറ്റം വരണമെന്ന് എനിക്ക് മോഹമുണ്ട്. ഞാനായിരിക്കും അതിന്റെ മാർഗദർശി. അവരുടെ മുറ്റം തൂക്കാനും എച്ചിലെടുക്കാനുമൊക്കെ പോകുന്നതിൽ എത്ര നല്ലതാണ്. അഭിമാനമുണ്ട്. കൊയ്യാനോ കളപറിക്കാനോ പോയാൽ. ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾക്കാണെങ്കിൽ പറമ്പ് കിളയ്ക്കാനും കയ്യാല കുത്താനും മനക്കലല്ലാതെ വേറെ ഒരിടത്തും പോകരുതോ? ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് മനക്കൽ ആർക്കും ഇഷ്ടമായിരിക്കില്ല. അവർക്ക് കടയിൽ പോകാനും കവുങ്ങിൽ കയറാനും. തൊട്ട അയൽപ്പക്കത്ത് പിന്നെ ആരിയ്ക്കുന്നു? പൂവമ്പഴവും പടറ്റുപഴവും എന്ന് മുറുമുറുത്തുകൊണ്ട് ബുക്ക് മടക്കി വെച്ചിട്ട് ഞാൻ മതിലിങ്കിലേക്ക് ചെന്നു. ഞങ്ങളുടെ കിഴക്കേതും മനക്കലെ പടിഞ്ഞാറേതും അതിരിന് അവർ കെട്ടിവെച്ചിരിക്കുന്ന ആ മതിലിങ്കിലേക്ക്. എന്തിനാ വിളിച്ചത് എന്ന് അകലെ വെച്ചേ ഞാൻ ചോദിച്ചു. ആ മതിലിന് അവരുടെ അരയോളമേ പൊക്കമില്ലെങ്കിലും അവർ നിൽക്കുന്ന പുരയും എൻ്റെ തലയോളം ഉയർന്നതാണ്. അവരൊരു മേൽമുണ്ട് പുതച്ചിരുന്നു. അവരുടെ അഴകേറിയ നീണ്ട മുടി അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരുന്നു. അതിനും അറിയാം ഉടയോലില്ലാത്തവരെ
വകവയ്ക്കേണ്ടെന്ന്. ഞാൻ ഒരു 15 അടി അകലത്തിൽ ചെന്ന് നിന്നു. അപ്പുവിനെ കണ്ടിട്ട് എത്ര നാളായി? അവിടെ എന്തെടുക്കുകയായിരുന്നു? ഞാനൊരു കണക്ക് ചെയ്യുകയായിരുന്നു. ഇന്ന് പഠിത്തമില്ലല്ലോ, പിന്നെന്താ ധൃതി? ധൃതിയൊന്നുമില്ല. എന്താ വേണ്ടത്? നീ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു എന്റെ വാസുവിന്റെ കാര്യം. അപ്പുവിനേക്കാൾ 1.5 മാസത്തെ എളുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മകന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയാൽ കരഞ്ഞേക്കും. ഞാൻ എന്ത് പറഞ്ഞാണ് അവരെ ഒന്ന് സമാധാനപ്പെടുത്തുക? ഞാനൊന്ന് മൂളി. ദൈവം നീട്ടി വലിക്കുകയായിരുന്നു. അവരുടെ ശബ്ദത്തിന് ഇടർച്ച തോന്നിയില്ലെങ്കിലും നീണ്ടു നീലിച്ച നയനങ്ങൾ ശോകം പ്രകടിപ്പിച്ചു. നമ്മുടെയും കാര്യം ആർക്കറിയാം? അവരൊന്ന് നെടുവേർപ്പെട്ടു. അല്പനേരത്തെ മൗനത്തിന് ശേഷം അവർ ചിലതൊക്കെ ചോദിച്ചു. കഞ്ഞിക്ക് എന്തായിരുന്നു കൂട്ടാൻ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഫീസ് എത്ര രൂപയാ? ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഇംഗ്ലീഷോ സംസ്കൃതമോ ഏതാണ് പഠിക്കാൻ പ്രയാസം? ഇങ്ങനെ പലതും. ഞാൻ എന്തിനാ വിളിച്ചതെന്ന് അറിഞ്ഞോ? എനിക്ക് ഒരു ഉണ്ടനൂലും തൂശിയും മേടിച്ചു തരണം. വണ്ണം കുറഞ്ഞ തൂശി വേണം തയ്ക്കാന്. മേടിച്ചു തരാമല്ലോ. അവർ എന്നെ മതിലിനരികിലേക്ക് വിളിച്ചിട്ട് നഗ്നമായ കൈ നീട്ടി ഒരു നാണയം ഇട്ടു തന്നു. അത് മതിയാകുമോ? ഇന്ന് വേണമെന്നില്ല, നാളെ ആയാലും മതി. പോയി പഠിച്ചോളൂ. എന്ത് കണക്കാ ചെയ്യുന്നത്? ഇതൊക്കെയാണ് കിണ്ണാണം എന്ന് പറയുന്നത്. അവർക്കത് അറിഞ്ഞിട്ട് ഒരാവശ്യവുമില്ല, അറിഞ്ഞാൽ ഒരു രസവുമില്ല. എന്നാലും ഞാൻ പറഞ്ഞു, സമയവും വേലയും സംബന്ധിച്ച ഒരു കണക്ക്. എനിക്ക് വേലയേ ഉള്ളൂ, സമയമില്ല. എന്നാലും ആ കണക്കൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ. എനിക്ക് അല്പം ദേഷ്യം തോന്നാതിരുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞു, എന്റെ ചങ്ങാതിയുടെ അമ്മയല്ലേ അവർ. ജോലി ചെയ്യുന്നതിന് രാമൻ കൃഷ്ണന്റെ ഇരട്ടി സമർത്ഥനാണ്. രണ്ടുപേരും കൂടി 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ ഓരോരുത്തർക്കും എത്ര ദിവസം വീതം സമയം വേണം? അവർക്കത് കേട്ടിട്ട് രസം തോന്നി. അതെങ്ങനെ ചെയ്യുമെന്ന് അവർക്കറിയണം. ഞാൻ പറഞ്ഞു കൊടുത്തു. അവർക്കത് മനസ്സിലായി. അപ്പുവിന് ഇതൊക്കെ അറിയാമോ? അവർ അഭിനന്ദന രൂപത്തിലൊന്ന് ചിരിച്ചു. വിടരുന്ന ആ പനിനീർപ്പൂവിന്റെ ഭംഗിയുള്ളൊരു പുഞ്ചിരി. ഞാൻ സൂചിയും നൂലും ബാക്കി ചക്രവും എന്റെ അനുജന്റെ കയ്യിൽ അവർക്ക് കൊടുത്തയച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ആ അമ്മ മതിലിക്കൽ വന്ന് എന്നെ വിളിച്ചു. അന്നും അവർക്കൊരു സാധനം വാങ്ങാനുണ്ട്. 1.5 മുഴം തലയണച്ച് കിട്ടി. കാര്യം പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ ചോദിച്ചു, പൊയ്ക്കോട്ടെ? ഈ അപ്പുവിന് എപ്പോഴും ധൃതിയാണല്ലോ എന്ന് ആ അന്തർജനം പറഞ്ഞു. ധൃതിയായിട്ടല്ല എന്ന് ഞാനും. എനിക്ക് മനക്കലുള്ള ആരുടെയും അടുത്ത് അധിക നേരം നിൽക്കുന്നത് ഇഷ്ടമില്ല. അവരുടെ വലിപ്പവും എന്റെ ഇളപ്പവും എന്റെ മനസ്സിൽ പൊന്തി വരും. ആ മതിലിൽ കൂടി ഒരെണ്ണാൻ ഓടിച്ചാടി വന്ന് ചീ 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 എന്ന് പറഞ്ഞു. നോയിക്കേ, എന്ത് ഭംഗിയാണെന്ന്! ശ്രീരാമസ്വാമി വരച്ചതാ അതിന്റെ പുറത്തെ വര. അപ്പുവിനതറിയാമോ ആ കഥ? ദേഹത്ത് മണൽ പറ്റിച്ച് ചിറയിൽ കൊണ്ടിട്ടതിനുള്ള നന്ദി എനിക്കറിയാം. സംഭാഷണം അവസാനിപ്പിക്കാൻ ഞാൻ തിടുക്കം കാണിച്ചു. അപ്പുവിനറിയാൻ മേലാത്തതായി ഒന്നുമില്ലല്ലോ എന്ന് പുഞ്ചിരിയിൽ പുരട്ടിയ ഒരു അഭിനന്ദനം. അവരുടെ മകനുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അറിയാമായിരുന്നേനെയല്ലോ എന്ന് വിഷാദിക്കുകയായിരിക്കാം ആ അമ്മ.
10-15 ദിവസം കഴിഞ്ഞ് കാണും, പിന്നെയും അവർ എന്നെ വിളിച്ചു. അവരുടെ വിളി എന്നിൽ മുഷി ഉണ്ടാക്കിയെങ്കിലും അവർക്ക് മകൻ ഇല്ലാഞ്ഞിട്ടാണല്ലോ എന്നോർത്ത് ഞാൻ ചെന്നു. അന്ന് അവരെനിക്ക് ഒരു ഇലപ്പൊതി സമ്മാനിച്ചു, 2 നെയ്യപ്പം. അത് അവർ എന്റെ കയ്യിലേക്ക് ഇടുകയല്ല, വയ്ക്കുകയാണ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോ തിന്നോളൂ, വീട്ടിൽ കൊണ്ടുപോകണ്ട, തിന്നോളാം. എന്നാലാട്ടെ, ഞാനത് തിന്നു. നല്ലതല്ലേ? അതെ, നെയ്യപ്പം പിന്നെ ചീത്തയാണ്. അന്നും അവർ വളരെ നേരം അതും ഇതുമൊക്കെ ചോദിച്ചും പറഞ്ഞും നിന്നു. പിന്നെ ഒരു ദിവസം അവർ മതിലിങ്കൽ വിളിച്ച് എന്നോട് ചോദിച്ചു, ഈ കൊടിയെന്ന് 5-6 വെറ്റ എടുത്ത് തരാമോ അപ്പു? എന്നെയും അവർ വേലക്കാരനാക്കി എടുക്കാനാണെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ പഠിക്കുകയാണ്. പരീക്ഷ ജയിച്ചാൽ എനിക്കൊരു ഉദ്യോഗം കിട്ടും, 10-20 രൂപ ശമ്പളവും കിട്ടും. പിന്നെ മനക്കൽ ഭൃത്യവേലയ്ക്ക് പോവുകയില്ല. അതുകൊണ്ട് ഇപ്പോഴേ എന്നെ കൊണ്ട് വേല ചെയ്യിക്കാനാണ് അവരുടെ ശ്രമം. അവരെത്ര നല്ല സ്വഭാവമുള്ളവരാണെങ്കിലും ജന്മിയുടെ കുശിമ്പില്ലാതെ വരുമോ? കുഞ്ഞാത്തേരമ്മ മുറുക്കുമോ? പിന്നെ എന്തിനാ വെറ്റില? എനിക്ക് മുറുക്കണ്ട. ഇല്ലത്ത് പിന്നെ എല്ലാവരും മുറുക്കുകയല്ലേ. ഞാൻ വെറ്റ തിന്നിട്ട് 10-13 കൊല്ലം കഴിഞ്ഞു. അന്നും പുകല തിന്നുകയില്ല. കേറാൻ മേലെങ്കിൽ വേണ്ട, മേലെങ്കിൽ വേണ്ട എന്ന് പറയുന്ന പ്രായമല്ല എനിക്ക്. മേലായ്മയൊന്നുമില്ല, ഞാൻ അങ്ങപ്പറ വരാം. ഓ, ഇതിലെ ഇങ്ങ് കേറിക്കോ. നേരെ വഴിയുള്ളപ്പോൾ കയ്യാല് കയറുന്നത് മര്യാദ അല്ലല്ലോ. അപ്പുവിന് മര്യാദയൊന്നും നോക്കണ്ട, ഇഷ്ടമുള്ളതിലെ കയറാം. ഇതിലെ ഇങ്ങ് കയറിക്കോളൂ. ഞാൻ നിഷ്പ്രയാസം കയ്യാല ചാടിക്കയറി. മിടുക്കനാണേ. അതിനും അവർ എന്നെ അഭിനന്ദിച്ചു. അവരുടെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ കയ്യാല ചാടി കയറാറായേനെ എന്ന വിഷാദമുണ്ടായിരിക്കാം അവർക്ക്. അവരൊരു വാഴക്കൂട്ടത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഞാൻ മരത്തിൽ കയറുന്നത് നോക്കി. കേറാൻ മേലെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ മുണ്ടിന്റെ താഴത്തെ കൊമ്പ് 2 എളിയിൽ കുത്തി വെറ്റില നുള്ളി നുള്ളി പുറകിൽ മുണ്ടിനകത്ത് നിക്ഷേപിച്ചു തുടങ്ങി. ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ 4 കെട്ടിന്റെ വരാന്തയിൽ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോരെ. ഞാൻ പുറകുവശത്തെ വരാന്തയിൽ ചെന്ന് വെറ്റില ഉടഞ്ഞിട്ടു. അടുക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ അന്തർജനം മുറിക്കകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, നല്ല തളിര് വെറ്റില, ഇത് കണ്ടിട്ടൊന്ന് മുറുക്കാൻ തോന്നുന്നു. അടുക്കി തീർന്നപ്പോൾ അവർ പറഞ്ഞു, കുറച്ചിങ്ങോട്ട് എടുത്തോളൂ. അത് കൊണ്ടുപോയിക്കോളൂ. എനിക്കെന്തിനാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറ്റത്തിറങ്ങി. അപ്പോ ഇന്നലെ കേശവന്റെ കല്യാണത്തിന് പോയിരുന്നോ? പോയിരുന്നു. കേമമായിരുന്നു? ഒത്തിരി ആളുണ്ടായിരുന്നു? ഒത്തിരി ഉണ്ടായിരുന്നു. എന്തെല്ലാമായിരുന്നു സദ്യവട്ടങ്ങള്? ഞാൻ വിസ്തരിച്ച് കേൾപ്പിച്ചു. അവർ കൗതുകത്തോടെ കേട്ടു. പെണ്ണിനെ ഇന്നലെ തന്നെ കൊണ്ടുപോകുന്നോ? വർത്തമാനം കുറെ നീളുന്ന ലക്ഷണമുണ്ട്. ഇനി പെണ്ണിനെ കൊണ്ടുവന്നത് വണ്ടിയിലാണോ? കല്യാണത്തിന് ആരെല്ലാം പോയിരുന്നു? പെണ്ണിന് ആഭരണം ധാരാളമുണ്ടോ? എന്ന് തുടങ്ങി 100,000 ചോദ്യം വരും. അതിനൊക്കെ മറുപടി പറയാൻ നിന്നാൽ നേരം സന്ധ്യയാവും. അതുകൊണ്ട് ഇതങ്ങ് അവസാനിപ്പിക്കണം. ഒഴുക്കം മട്ടിൽ മറുപടി പറയുന്നതാണ് വഴി. പെണ്ണ് മുടുക്കിയാണോ? അതെങ്ങനെയാ അപ്പു പറഞ്ഞത്? കണ്ടിട്ട് അങ്ങനെ തോന്നി.
കണ്ടാ നല്ല പെണ്ണാണോ? എന്താ നിറം? ഇരുനിറം. എന്ത് നിറമാണോ? എന്നേക്കാൾ വെളുത്തതാണോ? അതാണോ ഇരുനിറം? പെണ്ണിന് എന്ത് പ്രായമുണ്ട്? ഒരുവിധം അവരൊന്ന് ചിരിച്ചു. അല്ലല്ല, ഞാൻ വേറെ ഏതാണ്ട് ഓർത്തു പോയി. 10-20 വയസ്സ് വരും. വേറെ എന്താ ഓർത്തത്? ഒന്നുമില്ല. അതല്ല, പെണ്ണ് വീട്ടുകാരുടെ സ്വത്തിന്റെ കാര്യം. ഒരുവിധം സ്വത്തുണ്ട്. 20 വയസ്സായോ? ചെറുക്കൻ എത്ര വയസ്സാ? അതിൽ കൂടുതലുണ്ട്. ആ അമ്മ ചിരിച്ചു. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ പതിവ്. വെള്ളക്കാർക്ക് അങ്ങനെ അല്ല പോലും. അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാത്ത അന്തർജനം വെള്ളക്കാരന്റെ കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ലോകം മുഴുവൻ ചുറ്റുന്ന മട്ടുണ്ട്. എന്നാലും അവരെ നിഷേധിക്കാമോ? അവർക്ക് മകനില്ല, ഭർത്താവില്ല, സാധു. എന്നെ വേളി കഴിച്ചത് 13 വയസ്സിലാ. ഈ മകരത്തിൽ 20 കൊല്ലമാകും. അദ്ദേഹത്തിന് അന്ന് 18 വയസ്സായിരുന്നു. ഞാൻ അവർ മുറിക്കകത്ത് കതകിന്റെ ഒരു പാളിയിൽ മാറിടം കൊള്ളിച്ചു നിൽക്കുകയാണ്. അവരുടെ കഴുത്തിൽ ഒരു മുണ്ടുള്ളത് ഓർക്കയറ് പോലെ കിടക്കുകയാണ്. അതിന്റെ 2 തലയും പുറകോട്ടായിരുന്നു. അവരുടെ കഴുത്തിൽ താലിയില്ലെന്നുള്ള വസ്തുത മറക്കാൻ മാത്രം പറ്റിയിരുന്നു ആ മുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ചക്കിപ്പൂച്ചയും ഞങ്ങളോട് കൂടി. പടിയിൽ എനിക്ക് അഭിമുഖമായിട്ട് ആ സുന്ദരി പൂച്ച വന്നിരിപ്പ് പിടിച്ചു. ഞങ്ങളുടെ വർത്തമാനം അതിന് രസിച്ചെന്ന് തോന്നുന്നു. എന്തു ഭംഗിയുള്ള പൂച്ച! ആത്തേരമ്മ പറയുകയാണ്. പക്ഷേ ഇത് വല്ലാത്തതാണ്. രാത്രി എന്റെ കൂടെയാ കിടപ്പ്. ഞാൻ അറിയാതെ വന്ന് എന്റെ കൈക്കൂട്ടിൽ പറ്റിപ്പിടിച്ച് കിടക്കും. അതിനറിയാം കുഞ്ഞാത്തേരമ്മയ്ക്ക് അതിനോട് ഇഷ്ടമുണ്ടെന്ന്. ചൂട് പറ്റി സുഖത്തിനങ്ങ് കിടക്കും. അവരെന്റെ നേരെ ഒന്ന് നോക്കി, തുളച്ചു കയറുന്ന ഒരു നോട്ടം. അവരുടെ മുഖം കതകിന്റെ മറവിലേക്കൊന്ന് മാറുകയും ചെയ്തു. ഞാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് 4 കെട്ട് ചുറ്റി പടിപ്പുര കടന്ന് ഞാൻ വീട്ടിലേക്ക് പോകും. പിന്നെ ഞാൻ അവരെ കാണാൻ പോയില്ല. എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, അവർക്ക് ജോലിയൊന്നുമില്ല, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേരെ. കുറെ നാൾ കഴിഞ്ഞപ്പോൾ പൂവമ്പഴത്തിന് എന്തോ സൂക്കേടാണെന്ന് വീട്ടിലാരോ പറയുന്ന കേട്ടു. ആയിടെ അവിടുത്തെ നമ്പൂതിരി 3ാമതൊരു അന്തർജനത്തിനെ കൂടി വേടി കഴിക്കുകയുണ്ടായി. അതിന്റെ കുടിവയ്പ് അത്ര കേമമായിരുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് സദ്യ ഉണ്ടായിരുന്നു. ഞാൻ ഊണ് കഴിഞ്ഞപ്പോൾ പൂവമ്പഴം എന്നെ വിളിപ്പിച്ചു. അവർക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ, വല്ല മരുന്നും വാങ്ങിക്കൊണ്ട് വരാനായിരിക്കും. അവർക്ക് മക്കളില്ലല്ലോ. ഞാൻ പുറകുവശത്ത് മുറ്റത്ത് ചെന്ന് നിന്നു. അവർ മുറിക്കകത്ത് വാതിൽക്കൽ ഇരുന്നു. അവരുടെ നീണ്ട മുടി മുറിച്ചു കളഞ്ഞിരിക്കുന്നു. എല്ലുകൾ തള്ളി നിൽക്കുന്ന കണ്ണിന്റെ പ്രകാശത്തെ നിരാശത കവർന്നിരിക്കുന്നു. പുരികത്തിന്റെ ഭംഗി മാത്രം ശേഷിച്ചിട്ടുണ്ട്. ക്ഷീണിച്ച സ്വരത്തിൽ അവർ ചോദിച്ചു, ഉണ്ടോ? ഉണ്ടു. സദ്യ നന്നായോ? എനിക്കൊന്നും കഴിക്കാൻ മേല. ഒന്നും വേണ്ടാതാനും. ഇനി ഇവിടെ ആദ്യം ഉണ്ടാകുന്ന സദ്യ ഒരു പിണ്ടമായിരിക്കും. അതെ അപ്പു, അതെ. എന്താ അങ്ങനെ പറയുന്നത് കുഞ്ഞാത്തോരമ്മേ? കുഞ്ഞാത്തേരമ്മ അവരൊന്ന് ചിരിക്കാൻ പണിപ്പെട്ടു. അമിതമായ സമ്പത്ത്, അനൽപമായ സൗന്ദര്യം, നല്ല പ്രായം. ഞാൻ മരവിച്ച് നിന്നുപോയി. എന്റെ വീതത്തിന് ഞാനും അവരെ
കരയിപ്പിച്ചു കാണുന്നു. അപ്പു പൊയ്ക്കോളും. അവർ കഥ കടച്ചു കളഞ്ഞു. കഥ അവസാനിച്ചു. കാരൂര് ഒരു കഥയ്ക്ക് എന്തെല്ലാം വേണോ അതെല്ലാം വാച്യമായും വ്യംഗ്യമായും ഉൾച്ചേർത്തുകൊണ്ട് പറഞ്ഞു വച്ചിരിക്കുന്നു ഈ കഥ. എന്നെ കേട്ടതിന് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇച്ചിരി നീളം കൂടി പോയിട്ടുണ്ടാവും, എങ്കിലും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി. താങ്ക് യു. തീർച്ചയായിട്ടും ഒരു കഥയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള എല്ലാം അതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ ഇതിനകത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ കൃത്യതയോടെ അത് സാറിന്റെ വാക്കുകളും പറച്ചിലും വ്യാഖ്യാനവും എല്ലാം വളരെ വളരെ മനോഹരമായി. നമുക്ക് ഇങ്ങനെയും അങ്ങനെയും ചിന്തിക്കാവുന്ന രീതിയിലൊക്കെ ശരിക്കും ഒരു വഴി രണ്ടായിട്ട് വഴിമാറുന്നത് പോലെയൊക്കെ ഉള്ള മുഹൂർത്തങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കൃത്യമായി വന്നു. സത്യത്തിൽ അത് തീർന്നു പോയല്ലോ എന്ന് ഓർക്കുമ്പോഴായിരുന്നു, കാരണം എല്ലാം പെട്ടെന്നായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് പറയുന്ന പോലെ നീളം കൂടിയില്ല, പക്ഷെ നീളം കുറഞ്ഞു പോയല്ലോ, സത്യത്തിൽ ഇത്രയേ ഉള്ളൂ കഥ, അതോ ഇതിനകത്ത് കുറെ സാറ് വിട്ടോ എന്നൊക്കെ സത്യത്തിൽ പെട്ടെന്ന് തീർന്നു പോയ പോലെ ഒരു ഫീൽ ചെയ്യും. പക്ഷെ ആദ്യം തൊട്ട് അവസാനം വരെ വളരെ വളരെ ചിന്താധീനമായി തന്നെ സാർ അതിനെ കൊണ്ടുപോയി. ഓക്കെ, നമുക്ക് ലഹനൻ സാറിന്റെ അഭിപ്രായം ഒന്ന് കേൾക്കാം. സാറേ, കഥ നന്നായി എന്ന് പറയുന്നതിനേക്കാൾ കഥനം നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. കാരൂർ സാറ് എഴുതി വെച്ച ഈ കഥയ്ക്ക് എനിക്ക് ഇന്ന് കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് അനുഭവം ഉണ്ടാകും. എൻ്റെ കുട്ടിക്കാലത്തെ കുട്ടി ട്രൗസറും ഇട്ട് റോഡിലൊരു വണ്ടിച്ചക്രവും ഉരുട്ടി പോകുമ്പോൾ മുൻവശത്തുണ്ടായിരുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. അവരുടെ കുട്ടികളെല്ലാം തലതെറിച്ചവരാണെന്ന് അവരെപ്പോഴും പറയുമ്പോൾ ഞങ്ങളെപ്പോലെ ചെറിയ കുട്ടികൾ അവിടെ ഓടിക്കളിക്കാൻ, അവർക്ക് വിശാലമായൊരു മുറ്റമുണ്ട്. അവിടെ കളിക്കുമ്പോൾ ഈ അമ്മ അവിടെ ചാരിയിരിക്കാൻ പറ്റിയ രീതിയിലൊരു തൂണുണ്ട്, അവിടെ ഇരുന്ന് സ്വപ്നം കാണുന്നതാണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്. ഞങ്ങൾ പോകാറാവുമ്പോൾ അവരൊരു കൈ നിറയെ മിഠായിയുമായിട്ട് കൈ നിവർത്തി പിടിക്കും, വേണ്ടത്രത്തോളം എടുക്കാം, പക്ഷെ ഒരെണ്ണമേ എടുക്കാറുള്ളൂ. സാർ ഈ കഥ പറയുമ്പോഴൊക്കെ തന്നെ ആ അമ്മയുടെ സ്വരവും ആ കുട്ടിയുടെ മൂളലും സത്യത്തിൽ വളരെ പ്ലെയിനായിട്ട് പറഞ്ഞു പോകാവുന്ന ഒരു കഥയ്ക്ക് സൗണ്ട് മോഡുലേഷൻ കൊടുത്തപ്പോഴാണ് ശരിയായ അർത്ഥം നമുക്ക് കിട്ടി. ഭംഗിയായിട്ട് ആ കഥ അവതരിപ്പിച്ചു. നമ്മുടെ സാബു സാറ് പറഞ്ഞ പോലെ ഞാൻ അടുത്ത ചാപ്റ്ററിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ സാറ് ചിരിയോടെ പറയാണ്, കഴിഞ്ഞ മക്കളെ ഇല മടക്കിക്കോ, ഇനി ഒന്നും തരാനില്ല. വളരെ ഭംഗിയായിട്ട് സാർ അത് അവതരിപ്പിച്ചു. ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ സാർ. താങ്ക് യു സാർ. ആരാണ് കഥയെ കുറിച്ച് ആരാണ് കഥ കേട്ടത്? പറയൂ. വിൻസെന്റ് സാർ, സരസ്വതി മാം. എനിക്ക് തോന്നുന്നു സ്നേഹലത മാം ഒരു കഥയും കൂടെ പറയാൻ തയ്യാറാണോ? ഒരു ചെറിയ കഥ പറഞ്ഞാലും പറഞ്ഞിരുന്നു. സ്നേഹലത മാം റെഡിയാണോ? രാജു സാർ ഉണ്ടോ? അനിൽകുമാർ സാർ, അബ്ദുൾ റഹീം സാർ, രമാവതി മാം. ഹലോ, പറയട്ടെ. ഒരു മിനിറ്റ് മാം, ഒരു അനിൽകുമാർ സാർ ഒന്ന് പറഞ്ഞോട്ടെ, അതിട്ട് പറയാം പറ്റും. രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ കഥയല്ല പറഞ്ഞ, സാറിനെ പറ്റി, സാറിന്റെ കഥ അവതരണത്തെ പറ്റി ഒന്ന് പറയാം. സാറിന്റെ കഥ വളരെ ഇംപ്രസീവ് ആയിരുന്നു. ഞാൻ സത്യത്തിൽ കിടക്കുകയായിരുന്നു, എനിക്ക് നടുവേദന കാരണം. എന്നിട്ട് ഞാൻ കണ്ണുടച്ചിരുന്നപ്പോൾ സിനിമയില് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് എല്ലാം വന്ന് നിന്ന് അഭിനയിച്ചു പോകുന്നതോട് തന്നെ സാറിന്റെ ഡ്രസ് ചെയ്യുന്നിടത്ത് ഡ്രസ് ചെയ്തും നമുക്ക് എല്ലാവർക്കും അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നല്ല ഭാഷയിൽ സാർ അത് അവതരിപ്പിച്ചു. ഇതിൻ്റെ അകത്ത് കൂടെ ഒരു കാര്യമല്ല, സാറ് നല്ലൊരു കലാകാരനും കൂടെയാണ്, നല്ല അഭിനയിക്കാൻ അറിയാവുന്ന ഒരു പാർട്ടിയാണ്.
എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജോഷി സാറ് കഥ പറഞ്ഞു. സാറ് വളരെ ബഹുമിടുക്കനാണ്. എല്ലാ ആശംസകളും നേരുന്നു. സാറിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ സാർ. ഓക്കെ സാർ, നമുക്ക് ഒരു ചെറിയ ഓക്കെ സാർ, താങ്ക് യു. ഒരു ചെറിയ കഥയും കൂടെ നമ്മളെ സ്നേഹലത മാമിൽ നിന്ന് കേൾക്കാം. മാം സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഓ ഹെൻറി എഴുതിയ പോപ്പ് ആൻഡ് ആന്തം എന്ന കഥയാണ്. ചെറുകഥ. അമേരിക്കൻ എഴുത്തുകാരനാണ് ഓ ഹെൻറി. കേൾക്കാമോ സാർ? കേൾക്കാമോ? സോഫി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. സോഫി വിന്റർ കാലം കഴിച്ചു കൂട്ടാൻ എന്താ മാർഗം എന്ന് ആലോചിക്കുകയാണ്. സോഫിക്ക് വീടില്ല, പാർക്കിലെ ബെഞ്ചിലാണ് ഉറങ്ങുന്നത്. ഇനി വിന്റർ ആണ് വരുന്നത്, എന്ത് ചെയ്യും? സോഫി ഓർത്തു, എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യാം. അപ്പോ പോലീസ് ജയിലിലാക്കും. അപ്പോ 2-3 മാസം ജയിലിൽ കിടക്കാം. അപ്പൊ ബെഡുമായി ഭക്ഷണമായി എന്ന് വിചാരിച്ച് സോഫി ആദ്യം ചെയ്യാൻ ആഗ്രഹിച്ചത് ഒരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാം. എന്നിട്ട് പണമില്ലെന്ന് പറയും. അപ്പൊ അവർ പോലീസിനെ വിളിക്കും, പോലീസ് അറസ്റ്റ് ചെയ്യും. സോഫിക്ക് ഒരു നല്ല കോട്ടുണ്ട്, പാൻറ്റും ഷൂസും സോക്സും എല്ലാം പഴയതാണ്. അതൊന്നും അവര് കാണാതിരുന്നാ മതി. ടേബിളിലിരിക്കുമ്പോ കോട്ടല്ലേ കാണുമല്ലോ. കോട്ട് ഒരു ദയാലുവായ സ്ത്രീ സമ്മാനിച്ചതാണ്. ഒരു നല്ല കോട്ടാണ്. എന്ന് പ്രതീക്ഷിച്ച് സോഫി റെസ്റ്റോറന്റിലേക്ക് കാലെടുത്ത് വെച്ചതും അവിടുത്തെ ഹെഡ് വെയിറ്റർ സോഫിയുടെ പഴയ പാൻറ്റും ഷൂസും ഒക്കെ കണ്ടു. നിൽക്കവിടെ എന്ന് പറഞ്ഞ് സോഫി അങ്ങോട്ട് കയറാനേ സമ്മതിച്ചില്ല. സോഫിയുടെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. അപ്പൊ സോഫി വിചാരിച്ചു, എന്നാ ഈ മുന്തിയ റെസ്റ്റോറന്റിൽ കയറിയതാ കുഴപ്പമായി, ഒരു സാധാരണ റെസ്റ്റോറന്റിൽ പോകാം എന്ന് വിചാരിച്ച് സോഫി ഒരു സാധാരണ റെസ്റ്റോറന്റിൽ ചെന്നു ഭക്ഷണം ഓർഡർ ചെയ്തു, കഴിച്ചു കഴിഞ്ഞ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോ പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമില്ല, കോൾ ദ പോലീസ്. അവര് പറഞ്ഞു, ഞങ്ങളാടാ ഇവിടുത്തെ പോലീസ് എന്നും പറഞ്ഞ് അവര് സോഫിക്ക് നല്ല അടിയും കൊടുത്ത് പുറത്തേക്ക് പിടിച്ച് തള്ളി. അപ്പോ ആ ശ്രമവും പരാജയപ്പെട്ടു. പിന്നെ സോഫി വിചാരിച്ചു, ഓടിപ്പോയിന്ന് ബഹളം ഉണ്ടാക്കാം. ബഹളം ഉണ്ടാക്കുന്നത് കണ്ട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ച് ഓടിപ്പോയെന്ന് കൂവി വിളിക്കാനും ബഹളം ഉണ്ടാക്കാനും തുടങ്ങി. പക്ഷെ പോലീസ് ശ്രദ്ധിക്കുന്നേയില്ല. ഇതെന്താ? അപ്പോഴാണ് കാര്യം, അന്ന് യേൽ കോളേജും ഹാർട്ട്ഫോർഡ് കോളേജും തമ്മിലുള്ള ഒരു മത്സരം. അതില് യേൽ കോളേജ് വിജയിച്ചതിന്റെ ആഘോഷം നടക്കുകയാണ്. അപ്പൊ സോഫി യേൽ കോളേജിന്റെ പക്ഷത്ത് നിന്ന് വിജയം ആഘോഷിക്കുകയാണ് എന്നാണ് പോലീസ് ധരിച്ചത്. അപ്പോ 3ാമത്തെ ശ്രമവും പരാജയപ്പെട്ടു. പിന്നെ എന്നിട്ടും സോഫി ശ്രമം തുടരുകയാണ്. ഒരു കടയിലേക്ക് ഒരാൾ ഒരു കുട വെച്ചിട്ട് കയറുന്നു സോഫി കണ്ടു. സോഫി വിചാരിച്ചു, അയാള് പുറത്തിറങ്ങാൻ വരുമ്പോ ഈ കുടയെടുത്തോണ്ട് നടക്കാം. അപ്പൊ അയാള് കുട എടുത്തോണ്ട് പോണേന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കും എന്ന് വിചാരിച്ച് സോഫി കാത്തു നിന്ന് അയാൾ വരുന്നെന്ന് കണ്ടപ്പോ കുടയെടുത്തോണ്ട് പയ്യെ നടന്നു. അത് കണ്ട് അയാൾ വിളിച്ചു ചോദിച്ചു, ഏയ് എന്റെ കുട. അപ്പൊ സോഫി പറഞ്ഞു, കോൾ ദ പോലീസ്. അപ്പൊ അയാൾ ചോദിച്ചു, അത് നിങ്ങളുടെ കുടയായിരുന്നോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല, എന്നാ നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. സോഫിയുടെ ആ ശ്രമവും പരാജയപ്പെട്ടു. സോഫി കുറച്ചു ദൂരം നടന്നിട്ട് ആ കുട വലിച്ച് ദൂരേക്ക് എറിഞ്ഞു. പിന്നെ ഒരു വീടിന് ആരോ കല്ലെറിയുന്നു സോഫി കണ്ടു. അപ്പൊ സോഫി അങ്ങോട്ട് ഓടിച്ചെന്നു. എന്നിട്ട് ആ കല്ലെറിഞ്ഞ സ്ഥലത്ത് നിന്നു. പോലീസ് വന്നു. അപ്പൊ പോലീസ് സോഫിയെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവര് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ സോഫി പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഞാൻ ആ കല്ലെറിഞ്ഞതെന്ന്? പോലീസ് പറഞ്ഞു, കല്ലെറിഞ്ഞവരിവിടെ നിൽക്കുവോ? അവരപ്പോഴേ ഇവിടുന്ന് ഓടി കാണത്തില്ലേ? ഇയാൾ എന്തൊരു മണ്ടത്തരായി പറയുന്നു എന്നും പറഞ്ഞ് പോലീസ് സോഫിയെ അറസ്റ്റ് ചെയ്തില്ല. സോഫി വീണ്ടും ശ്രമം തുടങ്ങി. എന്താന്നോ, ഒരു പെൺകുട്ടി ഒരു കടയിൽ നിന്ന്
സാധനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ സോഫി വിചാരിച്ചു ഇവളെ ചെന്ന് ശല്യം ചെയ്യാം. അപ്പൊ അവള് പോലീസിനെ വിളിക്കും. അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ച് ഈ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് ഓരോന്ന് ചോദിക്കാനും ശല്യം ചെയ്യാൻ തുടങ്ങി. പക്ഷെ പെൺകുട്ടി അതൊരു ശല്യമായിട്ടേ കണക്കാക്കിയില്ല. അവള് വളരെ കൂളായിട്ട് പെരുമാറി. അപ്പൊ സോഫിയുടെ ആ ശ്രമവും പരാജയപ്പെട്ടു. ഒരു 5-6 ശ്രമമായി. അപ്പോഴേക്കും സോഫി വിചാരിച്ചു, ഇനിയിപ്പോ എങ്ങും പോകണ്ട, ആ ബെഞ്ചിൽ തന്നെ പോയി കിടക്കാം എന്നും വിചാരിച്ച് സോഫി പാർക്കിലേക്ക് നടക്കുകയാണ്. ഒരു പള്ളിയുടെ അടുത്തുകൂടെയാണ് പോകുന്നത്. അവിടെ നിന്ന് ഒരു പ്രാർത്ഥനാ ഗാനം കേട്ടു. സോഫി അവിടെ നിന്നുപോയി. കാരണം അത് സോഫി ചെറുപ്പത്തില് അമ്മ ഉണ്ടായിരുന്നപ്പോ കേൾക്കുന്ന ഗാനമായിരുന്നു, അമ്മ പാടുന്നതായിരുന്നു. അത് സോഫിയെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് എനിക്ക് നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, നല്ല സോക്സ് ഉണ്ടായിരുന്നു, നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു, സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ കടന്നു പോകുന്ന അഴുക്കുചാലുകൾ ഓർത്ത് സോഫിക്ക് തന്നെ ലജ്ജ തോന്നി. സോഫി വിചാരിച്ചു, ഇനി ഒരു നല്ല ജോലി കണ്ടുപിടിക്കണം. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞിരുന്നു. നാളെ തന്നെ അയാളെ പോയി കാണും. അപ്പോഴേക്കും സോഫിയുടെ പുറത്ത് ഒരു കൈ, ഒരടി, യു ആർ അണ്ടർ അറസ്റ്റ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിന്. ഇതോടെ കഥ അവസാനിക്കുന്നു. സോഫി എത്ര ശ്രമിച്ചിട്ടും ജയിലിലാകാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോ നല്ലവനാകാൻ തീരുമാനിച്ചപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ എന്റെ കഥ. ഇത് കേട്ടിരുന്നത് എല്ലാവർക്കും നന്ദി. രണ്ട് എക്സ്ട്രീം ജോർജ് സാർ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു തരത്തിൽ നല്ലൊരു ക്ലൈമാക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ആരാണ് അഭിപ്രായം പറയുന്നത്? 2 കഥകളെ കുറിച്ച് അഭിപ്രായം രാജ് സാർ പറയും. രാജ് സാർ പറയും. ജോഷി സാർ പറഞ്ഞ ആദ്യത്തെ കഥ തന്നെ പറയാം. നമ്മുടെ കാരൂർ നീലകണ്ഠ പിള്ളയുടെ അദ്ദേഹം ചെറുകഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ, നോവലുകളൊന്നും എഴുതിയിട്ടില്ല. ആ ചെറുകഥകളിലെ വളരെ പ്രാധാന്യമുള്ള ഒരു കഥയാണ് സാർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചെറുകഥകളെല്ലാം തന്നെ സാധാരണക്കാരെ കുറിച്ചുള്ള കഥകളായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കാണുന്നതായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് വളരെയധികം യാഥാർത്ഥ്യബോധത്തോടു കൂടി അല്ലെങ്കിൽ മണ്ണും മനുഷ്യനുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള കഥകളായിരുന്നു. അദ്ദേഹത്തിന്റെ കഥകൾക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം, നമുക്കറിയാം, സാഹിത്യ പ്രസാധക സഹകരണ സംഘത്തിന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എഴുതിയതായിട്ടുള്ള 4 കഥകൾക്ക് മലയാളത്തിലെ ഏറ്റവും നല്ല കഥകൾ ഉള്ള ആ ഗ്രൂപ്പിൽ പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ പൂവമ്പഴം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഞാൻ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള പുതുപ്പാന്റെ കിണർ കഥയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് മരപ്പാവകൾ, പിന്നെ പുതിച്ചോറ്. ഇങ്ങനെ ഈ 4 കഥകളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല കഥകളും. ഈ കഥകളെല്ലാം തന്നെ മലയാള മലയാള ചെറുകഥ പറയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട മലയാള ചെറുകഥാ സാഹിത്യത്തിലെ ഏറ്റവും നല്ല കഥകളായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതായ പൂവമ്പഴം ഈ കഥ ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കേൾക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കഥയാണെന്ന് സാറ് വായിച്ചു കേട്ടപ്പോൾ മനസ്സിലായി. മാത്രമല്ല അത് കഥയെന്ന് മാത്രമല്ല നന്നായി സാറ് വായിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. നമ്മളെ നേരിൽ കാണുന്ന പോലെ, വിഷ്വലൈസ് ചെയ്യുന്ന പോലെ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ കഥാപാത്രങ്ങളൊക്കെയും വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചു. പാത്രസൃഷ്ടി അല്ലെങ്കിൽ ഈ ക്രാഫ്റ്റ് വളരെയധികം, അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അവിടെ ആ ബ്രാഹ്മണ സ്ത്രീയും അതുപോലെ തന്നെ പേര് ഇവരുടെ 2 പേരും പാത്രസൃഷ്ടി വളരെ ഭംഗിയായിട്ട്
ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് കഥ വളരെ ഭംഗിയായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലെ അന്വേഷണങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെയധികം ഭാവങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ വൈകാരികമായിട്ട് നന്നായി വായിക്കുവാനായിട്ട് സാർ സാധിച്ചു. അനിൽകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ കഥ പറയുവാനുള്ള ഒരു കഴിവ് സാറിനുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും അത് കൃത്യമായ അഭിനന്ദനം. ആ കഥയിലെ എല്ലാ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും, ഒഴിവോടുകൂടി തങ്ങി നിൽക്കുമെന്നായിരിക്കും. തീർച്ചയായും തീർച്ചയാണ്. പിന്നെ അടുത്ത രണ്ടാമത് മാഡം പറഞ്ഞ സ്നേഹലത മാഡം പറഞ്ഞതായ കഥയുടെ പേര് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. കഥയുടെ പേരെന്തായിരുന്നു? ഒ എൻ വിയുടെ കഥയാണെന്ന് പറഞ്ഞു. കഥയുടെ പേരെന്താണെന്ന് ഞാൻ കേട്ടില്ല. ഒ എൻ വിയുടെ കഥകൾ എന്ന് പറഞ്ഞാൽ വിശ്വ സാഹിത്യത്തിൽ വളരെയധികം സോഫി തന്നെയായിരുന്നു. ഓക്കെ, കോപ്പാന്റെ അന്തം. സോഫി കഥാപാത്രമാണ്. കോപ്പാന്റെ അന്തം. സോഫി എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു ഒരു സ്ത്രീ ആയിരിക്കും. കഥാപാത്രമാണ് സോഫി. സോഫി ഒരു സ്ത്രീ അല്ല, പുരുഷനാണ് അല്ലേ? അല്ല, പുരുഷനാണ്. പുരുഷൻ. സോഫി ഒരു സ്ത്രീയാണെന്ന രീതിയിലാണ് ആദ്യം മുതലേ കേട്ടോ. പുരുഷനാ. അവസാനം മനസ്സിലായത് പുരുഷനാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കഥയായിരുന്നു. കാരണം പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നിരാലംബർക്ക് അല്ലെങ്കിൽ ഭവനരഹിതർക്ക് അവരുടെ ഭവനം ലഭിക്കണമെങ്കിൽ, ഒരു ഭവനം ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. അത് ഉണ്ടാകണമെങ്കിൽ അതിന് ഈ സോഫി തിരഞ്ഞെടുത്തതായ വഴികളാണ് നമ്മളോട് വായിച്ചത്, അവിടെ നമ്മൾ കേട്ടത്. ഈ എല്ലാ വഴികളും ചേർന്ന് എന്നാൽ അതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയത്താണ് അവർക്ക് ആ വഴി കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ നാം ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഫലമുണ്ടായിരിക്കുന്നില്ല. പലപ്പോഴും അതിന് വിപരീതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് പലപ്പോഴും നമുക്ക് ഫലം ലഭിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി. അതുപോലെ ഓൻഡ്രയുടെ മജൈസ് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ദി മാഗീസ് എന്നുള്ള കഥ, അതായത് മൂന്ന് വിദ്വാൻമാരുടെ സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥയുണ്ടല്ലോ, ഒരു സംഭവം ഉണ്ടല്ലോ, ക്രിസ്മസുമായി ബന്ധപ്പെട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭാര്യയും ഭർത്താവും കഥയാണ്. അവിടെ വാർഷികത്തിന് സമ്മാനം കൊടുക്കാനായിട്ട് രണ്ടുപേരുടെ കയ്യിലും പണമില്ലായിരുന്നു. അപ്പോൾ അവർ ചെയ്തതായ കാര്യങ്ങളാണ് നമുക്ക് പരിചയമായ കഥയാണ്. അതുപോലെ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞൊരു കഥയും വളരെ പ്രധാനപ്പെട്ട വളരെ വിഖ്യാതമായ കഥയാണ്. ഹെൻറിയുടെ ഈ കഥ വളരെ സിമ്പിൾ ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് മാഡം പറഞ്ഞു കേൾപ്പിച്ചു. അതിന് തീർച്ചയായിട്ടും മാഡത്തിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. അത് എനിക്ക് തോന്നുന്നു മാഡം റെഫർ ചെയ്യാതെ തന്നെ അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബാക്ക് ടു സാബു സാർ. ഓക്കെ സാബു സാർ. ജോഷി സാർ. സാബു സാറ് പോയോ? ഓക്കെ, ഞാൻ പറയാം. ഞാൻ ആദ്യം രമാവതി മാം അവതരിപ്പിച്ച കഥ വളരെ ചെറിയ കഥയാണ്. സ്നേഹലത മാം. ഇതോ സ്നേഹലത മാം. ഓക്കെ. സ്നേഹലത മാം അവതരിപ്പിച്ച കഥയില് വിദേശ സാഹിത്യകാരൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് അവരുടേതായ ചെറിയ മനഃശാസ്ത്ര ചിന്തകളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളതെന്ന് ഞാൻ അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് തൻ്റെ പട്ടിണി, ദാരിദ്ര്യം, അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ആ നാടിൻ്റെ ഒരു രീതി അനുസരിച്ച് കുറച്ച് ഭദ്രമായ ഒരു രീതി സ്വീകരിച്ചേക്കാമെന്ന് അവർ കരുതുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. മറിച്ച് നമ്മുടെ നാട്ടിലാണ്
സമാനമായ ദാരിദ്ര്യം ഉണ്ടാകുന്നെങ്കിൽ ഇങ്ങനെ ആകാൻ ഒരുപക്ഷെ സാധ്യതയില്ല. അതിന് മറ്റു ചില വഴികളായിരിക്കാം തേടുന്നത്. അതാണ് അതിൻ്റെ അകത്ത് ഞാൻ കണ്ട ഒരു വളരെ വ്യത്യാസം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചിന്തയുള്ളത്, മനുഷ്യൻ പലത് മനസ്സിൽ കരുതുന്നു, പല ഭാവനകൾ കരുതുന്നു. ഇങ്ങനെയാണ് കണക്കുകൂട്ടലുകൾ. പക്ഷേ കണക്കുകൂട്ടലുകളെല്ലാം പാളിപ്പോകും എന്നുള്ള ഒരു സന്ദേശം അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകണമെന്നില്ല. അത് നല്ലതാണെങ്കിലും കൊള്ളാം, ഇനിയിപ്പോ ചീത്തയാണെങ്കിലും കൊള്ളാം. എന്നാൽ വേറെ ഒരു സവിശേഷമായ ഒരു ചിന്ത, നമ്മൾ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നോ അത് വല്ലാത്ത അടങ്ങാത്ത ആവേശമാണെങ്കിൽ അത് സാധിക്കുമെന്ന് പറയുന്ന വളരെ പ്രശസ്തമായ മനഃശാസ്ത്രപരമായ ചിന്ത ഇവിടെയും അത് അർത്ഥപൂർണമാവുകയാണ്. അവര് ആഗ്രഹിച്ചത് തന്നെ അവസാനം സംഭവിച്ചു. അതും ആ കാലയളവിലെ അവിടുത്തെ പശ്ചാത്തലത്തിൽ സംശയാസ്പദമായ തരത്തിൽ അവര് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷം. ഇവിടെ അത്തരത്തിലൊക്കെ സംഭവിക്കുമോ നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടിസ്റ്റും കാര്യങ്ങളെ ഈ രീതിയിലൊക്കെ അവതരിപ്പിക്കാനായിട്ട് ആ കഥാകാരന്റെ വൈഭവമാണ് അവിടെ നിൽക്കുന്നത്. അത് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ടീച്ചറ് അത് വളരെ സുന്ദരമായിട്ട്, വളരെ പ്രസന്നവദനയായി, വളരെ ഈസി ആയിട്ട്, ഇതിൻ്റെ അകത്ത് യാതൊരുവിധ ക്ലിഷ്ടതയും പുറത്തേക്ക് കൊണ്ടുവരാതെ അനായാസേന അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ് അവതരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മികവ്. അങ്ങനെ കഥയുടെയും കഥ പറഞ്ഞിരുന്നതിൻ്റെയും പ്രത്യേകമായിട്ടുള്ള തനിമയിലും നന്മയിലും എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും എൻ്റെതായി അറിയിക്കും. ഇനി എന്റെ കഥയെക്കുറിച്ച് ഞാൻ തന്നെ ഒന്നുകൂടെ പറയട്ടെ. കരൂര് തീർച്ചയായിട്ടും മലയാളത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു കഥാകാരനാണ്. അദ്ദേഹം അതിനെ അവതരിപ്പിച്ച രീതി അതിസുന്ദരമാണ്. പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എല്ലാ കഥകളുടെയും പ്രധാനപ്പെട്ട സംഗതി. അതിനൊരു സാഹിത്യ രൂപം കൊടുത്തിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ, അതിലൊന്നാണ് ഈ മനകളിലുള്ള ആ സ്ഥിതിവിശേഷം. ഭർത്താവ് മരിക്കുന്നു, മക്കളൊക്കെ മകൻ മരിക്കുന്നു, അങ്ങനെ വരുന്ന വിധവ നിത്യകാലം വിധവയായിട്ട് ആ മനയ്ക്കുള്ളിൽ കഴിഞ്ഞുകൂടേണ്ടി വരുന്ന ആ വിഷമം. ആ വിഷമത്തിലും അവരിലൊരു പച്ച മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ ഒരു പച്ച സ്ത്രീയുണ്ട്, ഒരു സാധാരണ സ്ത്രീയുണ്ട്, വികാരവും വിചാരങ്ങളും ഒക്കെ ഉള്ള ഒരാളുണ്ട് എന്ന് വായനക്കാരെ, ലോകത്തെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കഥ. ഒപ്പം ജന്മിയും കുടിയാനും, ജന്മിയെ കുറിച്ച് കുടിയാൻ അല്ലെങ്കിൽ അവിടുത്തെ ആശ്രിതരായി നിൽക്കുന്നവർ ഗതികേട് കൊണ്ട് അവിടുത്തെ ജോലി പലതും ചെയ്യുന്നു എന്നുള്ളതാണ് മുതിർന്ന തലമുറയേക്കാൾ ചെറിയ തലമുറ ചിന്തിച്ചു വെക്കുന്നത്. അതാണ് മുതിർന്ന തലമുറയ്ക്ക് അവരൊരു അനുഗ്രഹമാണ് എന്ന് തോന്നിയെങ്കിൽ ചെറിയ തലമുറ വിചാരിക്കുന്നു ഇവർ നമ്മളെ ചൂഷണം ചെയ്യുക തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പഠിക്കണം, എനിക്ക് അവരുടെ ആശ്രിതനായി നിൽക്കേണ്ടതില്ല. ഇവന്റെ പേരൻസിനോടുള്ള അവന്റെ ഒരു വികാരവും വിചാരവും ഒക്കെ മനസ്സിലുണ്ട്. ഇവർക്കാർക്കും രക്ഷപ്പെടണമെന്നൊരു വിചാരവും ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയും അദ്ദേഹം അതിലൂടെ ഉയർത്തിവിടുന്നുണ്ട്. എങ്കിൽ കൂടെയും അവനിൽ ഒരു നല്ല മനുഷ്യനും ഉണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരുപക്ഷെ ഈ സ്ത്രീ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ദയാർത്ഥമുണ്ടോ? ഉണ്ടാകാം, ഇല്ലായിരിക്കാം.
എങ്കിൽ കൂടെയും അവന്റെ അന്തരാത്മാവ് പറയുന്നു, അയ്യോ അവരുടെ മകൻ മരിച്ചതല്ലേ, അതുകൊണ്ടായിരിക്കാം. മകനില്ല. ആ ഒരു സിമ്പതി അല്ലെങ്കിൽ എമ്പതി അവനില് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സുന്ദരമായ ഒരു ഒരു കാര്യമായിട്ട് തോന്നുകയാണ്. വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ പറയുന്ന ഒരു വാത്സല്യത്തിന്റെ പരിഗണനയുടെ ആ ഒരു താപം ഉണ്ടാകണം എന്നുള്ള ഒരു തോന്നൽ കൂടിയാണ് അവിടെ നൽകുന്നത്. പിന്നീട് അതിന് നല്ല മികവ് പുലർത്താൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മേമ്പടി പോലെ ചേർത്തിട്ടുണ്ട്. അതിലെ വളരെ അലങ്കാര പ്രയോഗങ്ങളും ഉപമകളും രൂപകങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് സുന്ദരമായിട്ട് ഒരേ ഒരു കാര്യത്തെ അവതരിപ്പിക്കുക. ഈ കഥയിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ കാര്യം തന്നെ. അതാണ് ചെറുകഥയുടെ ഏറ്റവും ധന്യത എന്ന നല്ല വിലയിരുത്തൽ നിരൂപകന്മാരൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും കഥയ്ക്കകത്ത് വേണ്ട, ചെറുകഥയ്ക്ക് ഒറ്റ കാര്യം മതി. ആ കാര്യത്തിലേക്ക് അത് വളരെ ഭദ്രമായിട്ട് വിരൽ ചൂണ്ടുന്നതാണ്. ആ അർത്ഥത്തിലൊക്കെയാണ് ഈ കഥയുടെ വേറിട്ട നന്മ ഉണ്ടാകുന്നത്. ഏതായാലും പറയാൻ എനിക്ക് എത്തരത്തിൽ സാധിക്കുന്നു എന്നുള്ളത്, ഞാൻ മുമ്പ് കഥയൊന്നും പറഞ്ഞ് അങ്ങനെ ശീലിച്ചിട്ടുള്ള ആളൊന്നുമല്ല. എങ്കിലും ഇതാർക്കും പറയാവുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഏതായാലും നിങ്ങളൊക്കെ ഓരോ തവണയും നൽകുന്ന നല്ല കോംപ്ലിമെന്റ്സിന് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. താങ്ക് യു. സാബു സാർ എത്തിയില്ല. സാർ ഇല്ലേ ഇതിനകത്ത്? സാർ ഉണ്ട്. ഇനി ആരെങ്കിലും ഇതിൻ്റെ അകത്തെ? റോയ് സാർ ഉണ്ടല്ലോ. റോയ് സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. സാറേ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, ഈ പ്രായം രണ്ടക്കം എന്നുള്ള ഇതും അത് പ്രായം ഒന്നിനൊരു തടസ്സമല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം സാറിനെ പറ്റി പറയുന്നത്. കാരണം സാറ് എന്റെ അവതരണം ഉണ്ടല്ലോ സാറേ, കഥ നമ്മൾ വായിക്കും, കഥ എഴുതുന്നവരുണ്ടാവും, പക്ഷെ ആ കഥനത്തിലുള്ള സാറിന്റെ കഴിവുണ്ടല്ലോ സാറേ, സാറിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും മനോഹരമായിട്ട്. ഞാനിങ്ങനെ എന്താ പറയണ്ടേ, ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്നതാണ്. അപ്പം ആ ചേച്ചിയുടെ മോൻ മിലിറ്ററിയിലായിരുന്നു. അവൻ മരിച്ചിട്ട് ഇപ്പൊ കുറച്ച് കൊല്ലമായി. ആ ഒരു സംഭവം ആയതുകൊണ്ട് സന്ധ്യക്ക് ഞാൻ ഇവിടെ വന്നതാണ്. അപ്പൊ എനിക്ക് ആ ഓർമ്മയായി. സാറ് മോൻ മരിച്ച കാര്യം ഉണ്ടല്ലോ അതില്. അത് ഞാൻ ചേച്ചി ഇരുന്നതിന്റെ അടുത്ത ഭാഗത്ത് നോക്കുമ്പോൾ അവര് തുന്നാൻ അറിയുന്ന ആളാണ്. അപ്പൊ സാറ് അതിലൊരു സൂചി നൂലിന്റെ എല്ലാം കഥ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് നോക്കുമ്പോ അവരിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സ്വെറ്റർ എന്തോ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പണ്ടിങ്ങനെ ഈ വീടിന്റെ അടുത്ത് ഉണ്ണി മരിച്ചാലും ഇല്ലെങ്കിലും കുട്ടികളില്ലെങ്കിലും അടുത്ത വീട്ടിലെ കുട്ടിയെ കൊണ്ട് അത് കടയിൽ പോവുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു പ്രവണത പണ്ടേ ഉണ്ട്. കാരണം ഒരു കുട്ടീനെ അങ്ങനെ അയച്ചിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യത്തിനും അടുത്ത വീട്ടിലെ കുട്ടി വേണമെന്നുള്ളതാണ്. അത് പറയുമ്പോൾ അവരുടെ ആ വീക്ക്നെസ് തൊട്ടുകൊണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താണ്, എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇതെല്ലാം ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സഹായത്തിന് വിളിക്കുന്നുള്ളത് അതിലൂടെ കാണിക്കുന്നത്. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വന്നാല് വേണ്ടാത്ത കുറെ ചോദ്യങ്ങൾ കുട്ടികളോട് ചോദിക്കും. അത് എന്താ പറയേണ്ടത്, ഒരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. കുട്ടികളോട് അത് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര അവരൊക്കെ എങ്ങനെ എല്ലാം ചോദിക്കുമ്പം അവസാനം ഒരു അടവെടുത്തല്ല. കാരണം ആ സാറിന്റെ മൂളലുണ്ടല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാധാരണ ഒരു ഇഷ്ടമില്ലാത്ത മൂളല്, അപ്പം ചിലപ്പോ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിലേക്ക് വന്നു, അത് എന്താ സ്ഥലം എത്രയാന്നുള്ള രീതിയിലേക്കുള്ള അതായിരുന്നു. പിന്നെ അവരുടെ ആ ഭംഗീനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ സ്ഥലം ഇന്നതാണ്, പക്ഷെ പൂവമ്പഴം എന്നുള്ളത് അവരുടെ ഭംഗീനെ വിളിച്ചോതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പേര്, കുറ്റപ്പേര് എന്നുള്ള രീതിയിൽ ഇട്ടതും. അതിൽ അത്ര അപാകതയും തോന്നുന്നില്ല പേരില്.
പിന്നെ ഇവരുടെ ഒരു രൂപഭംഗി, മുടിയായാലും അത് അനുസരിക്കാത്ത മുടി, അതുപോലെ എല്ലാ കാര്യത്തിലും ആ രൂപഭംഗിയെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവര് വിധവയാണെങ്കിലും സാറ് പറഞ്ഞ പോലെ വിധവന്റെ ഉള്ളിലും വികാരങ്ങളും മറ്റും ഉണ്ടാകുമല്ലോ. അപ്പൊ അത് ആ കഥയിൽ ഇങ്ങനെ സ്പഷ്ടമായിട്ട് ചില സ്ഥലത്തെല്ലാം അത് കാണിക്കുന്നുണ്ട്. പിന്നെ സാറിന്റെ ഓരോ സ്ഥലത്തും നമ്മളിപ്പം കഥ പറയുമ്പം വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നല്ല, ആ സ്ഥലത്ത് അതായത് എവിടെയെല്ലാന്ന് എന്തെല്ലാന്ന് വേണ്ടെന്നുള്ളത് സാറിന് ശരിക്കും അറിയാം സാറേ. കഥ പറയുമ്പോ സാറിന് ശരിക്കും അറിയാം. അത് ഞാനിങ്ങനെ ഞാൻ ചേച്ചിനോട് പറഞ്ഞു, എനിക്ക് ഈ കഥയെല്ലാം കേട്ടിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഇല്ലെങ്കിൽ കട്ടായി പോകും. ഓട്ടോ എങ്ങനെ പിടിച്ചു പോയാൽ കട്ടായി പോകും. സാറിന്റെ കഥ വളരെ നല്ല, കുറെ പറയാണ്ട്, ഇനിയും ആൾക്കാർ പറയാണ്ടല്ലോ. അതുപോലെ സ്നേഹലത മാം, കാരണം ഞാനും ഒരു കഥ പറയട്ടെ എന്നുള്ള രീതിയിൽ മാഡം ചെറുകഥ തുടങ്ങുമ്പം ശരിക്കും പറഞ്ഞ ഞാൻ വിചാരിച്ചു ഇതിപ്പം ചെറുകഥ, പക്ഷെ കറക്റ്റ് ആയിട്ട് ആ സമയം വെച്ചിട്ട് പറയുമ്പോ നമ്മൾ ജീവിതം അടുക്കുമ്പോഴാണല്ലോ ഒരാള് അല്ലെങ്കിൽ ഈ തണുപ്പിന് കിടന്നുറങ്ങാൻ പറ്റില്ല, അപ്പൊ എന്തെങ്കിലും ഒരു പ്രതിവിധി വേണം, ആരുടെയെങ്കിലും വീട്ടിലെ പ്രവേശിപ്പിക്കൂല, അനാഥനാണ്, എന്താ ചെയ്യാന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുമ്പോ അവസാനം ഒരു കടയിൽ ചെന്നിട്ട് ചായ കുടിച്ചിട്ട് കോൾ പോലീസാന്നല്ലേ ഇടയ്ക്ക് പറയുന്നത്. അപ്പൊ ഇതിന് പോലീസ് ഒന്നും വേണ്ട, നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്ന പറഞ്ഞിട്ട് നല്ല അടി കിട്ടുന്ന ഒരു സംഭവങ്ങളെല്ലാം അതിലുണ്ട്. കാരണം ഓരോ സ്ഥലത്തെത്തുമ്പോഴും അങ്ങനെ എന്ത് കേസിലായാലും അവര് ഉടനെ അയാളുടെ മനസ്സിൽ ഇങ്ങനെ അത് പതിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, കോൾ പോലീസ്. കാരണം ഞാൻ തെറ്റ് ചെയ്തു, കോൾ പോലീസിനെ വിളിച്ചോളൂ എന്നാ പറയുന്നത്. അപ്പൊ എല്ലാറ്റിനും അങ്ങനെ വിളിച്ചിട്ട് അവസാനം ചില ഓർമ്മകൾ ഇങ്ങനെ അയാൾക്ക് പണ്ടത്തെ ഓർമ്മകൾ ഇങ്ങനെ വന്നു. അങ്ങനെ വന്നിട്ടാകുമ്പോ അയാൾ ശരിക്കും സ്വന്തം അമ്മ, ആ ജീവിതം, കാരണം നല്ല രീതിയിൽ എനിക്ക് നല്ല ഷൂ ഉണ്ടായിരുന്നു, നല്ല ഉടുപ്പുണ്ടായിരുന്നു, നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു, ഞാൻ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജീവിതം എടുത്തിട്ട് ഇങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും താമസിക്കാൻ വേണ്ടിയിട്ടോ വിചാരിക്കുന്നത്, എനിക്കൊരു ജോലിയെല്ലാം നേടിയിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞൂടെ എന്നുള്ള ആ ചിന്ത വരുമ്പോഴത്തേക്ക് അയാൾ ഇങ്ങനെ പിടിക്കുന്നത്. അപ്പൊ ജീവിതത്തില് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല സംഭവിക്കുന്നത്. ജീവിതം ചില സമയത്ത് എന്താ പറയുക, എല്ലാം മാറ്റം വരികയാണ്. കാരണം നല്ലവനായിട്ട് ജീവിക്കുമ്പം ചിലപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഇപ്പൊ പിന്നെ പോക്സോ കേസിലെല്ലാം പിടിക്കപ്പെടുന്നത് ഒന്ന് ഒറ്റ നോട്ടം നോക്കി എന്നുള്ള രീതിയിലാണ്. അപ്പൊ അയാൾ നല്ലവനാന്ന് നോക്കുമ്പോ അതിനുള്ള ഇതില്ല. കാരണം അത് പറയുമ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഒരാള് ഈ പുഴയുടെ അവിടെയുള്ള ഒരു മരത്തില് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് അയാളുടെ ഒരു കൈത്തോക്ക് കയ്യിൽ വെച്ചിട്ടാ പോയത്. അപ്പൊ അയാള് തൂങ്ങിയ ഉടനെ പിന്നെ ബോഡി അവിടെ ആരും കാണൂലല്ലോ, അപ്പൊ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകിയാലായിരിക്കും കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹാങ് ചെയ്യുമ്പോ തന്നെ അയാളെ കയ്യിൽ നിന്നുള്ള ആ തോക്ക് പൊട്ടി. അവസാനം ഹാങ് ചെയ്തില്ല, കുറച്ചിങ്ങനെ ഹാങ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. അയാള് വെള്ളത്തിൽ വീണിട്ട് നീന്തി രക്ഷപ്പെട്ടു. അതാ എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ എല്ലാ ഇതിലും രണ്ടുപേരുടെയും കഥ എനിക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു. താങ്ക് യു രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവരും പറഞ്ഞു സാറേ? എല്ലാവരും പറഞ്ഞോ? വിൻസെന്റ് സാറൊക്കെ പറഞ്ഞോ? റോയ് സാർ പറയുന്നുണ്ട്, ഇനി റോയ് സാറോട് ഇതിന്റെ അകത്ത് ഉള്ള തോന്നുന്നു പറയാൻ. ഓക്കെ, റോയ് സാർ കേൾക്കുന്നുണ്ടോ? റോയ് സാർ എന്തോ തിരക്കിലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെയും കഥ വളരെ മനോഹരമായിരുന്നു. ജോഷി സാറിന്റെ ശരിക്കും നല്ല ഒരു ക്ലൈമാക്സിലൂടെയൊക്കെ കൊണ്ടുപോയി. ഇനി പറഞ്ഞ പോലെ പെട്ടെന്ന് കഥ തീർന്നു പോയി എന്നുള്ള ഒരു ഫീലിംഗ് കൃത്യമായിട്ട് വന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞ പോലെ കഥ പ്രസന്റ്, പക്ഷെ കഥ വായിച്ച ഒരു പക്ഷെ ഇത്ര ഭംഗി ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണ്. സാറ് ശരിക്കും കഥ പറയാൻ പഠിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ, അല്ലെ? ശരിക്കും അത് നമ്മളുടെ ഒരു വലിയ ഒരു ഭാഗ്യമാണെന്ന് വിചാരിക്കും. കാരണം ഇങ്ങനെ ശരിക്കും ഇമോഷൻസ് കൊടുത്ത്, നിർത്തുകൾ കൊടുത്ത് കഥ ശരിക്കും കഥ പോലെ പ്രസന്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് തീർച്ചയായിട്ടും സാറിന്റെ ആദ്യത്തെ കഥകളിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസം. സാർ അന്ന് നല്ലോണം കഥ പറയുന്നതാണ്. നല്ല മനോഹരമായി കഥ, ഇഷ്ടംപോലെ കഥകളും ഉണ്ട്. എപ്പോ ചോദിച്ചാലും ഒരു കഥ പറയാമെന്ന് ചോദിച്ചാൽ റെഡി ആയിട്ട്. പക്ഷെ ഇപ്പോൾ സാറ് കഥ പറയുമ്പോൾ സാർ അതിന്റെ അർത്ഥഗർഭമായി കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഇമോഷൻസും, നിർത്തുകളും ഗ്യാപ്പുകളും എല്ലാം കൊടുത്ത് നല്ല മനോഹരമായ ഒരു കഥയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതാണ് നമ്മളുടെ സ്റ്റോറി തെറാപ്പി എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്കും ഇപ്പൊ സാറ് നോർത്താൽ മതി, ജോഷി സാർ പറഞ്ഞ കഥയ്ക്ക് ജോഷി സാറിൽ ലഭിക്കുന്ന ഒരു പോസിറ്റീവ്നെസ്,
ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇപ്പൊ അതുപോലെ കഥ പറയണമെന്നില്ലേ? സ്നേഹിതനാവാൻ അങ്ങനെ വിചാരിക്കുന്നില്ലേ ഈ കഥ ഒന്നുകൂടെ ഒന്ന് മാറ്റി അല്ലെ? ഒന്നുകൂടെ ഇപ്പൊ പറഞ്ഞ കഥ തന്നെ ഒന്നുകൂടെ ഇച്ചിരൂടെ ഇമോഷൻസ് ഒക്കെ കൊടുത്ത് അത് തീർച്ചയായിട്ടും ഇത് ഇവിടെ സംഭവിച്ചത് ഏകദേശം 41 സെഷൻസിൽ നമ്മള് എനിക്ക് തോന്നുന്നു ജോർജ് സാറാണ് ഏറ്റവും കൂടുതൽ കഥ പറഞ്ഞത്. ഒരു 10-20 കഥയെങ്കിലും ജോർജ് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറിന് കൃത്യമായിട്ട് അത് പഠിച്ചു. വെരി ഗുഡ് സാർ, താങ്ക് യു. വളരെ സന്തോഷം. അതുപോലെ തന്നെ സ്നേഹത മാം, ജോർജ് സാറിനോട് ഞാൻ പറഞ്ഞു സ്നേഹത മാം കൂടെ ഇന്ന് കഥ പറയുന്നുണ്ടെന്ന് സാർ എനിക്കൊന്നും വേണ്ട, മാമിനെ ഏൽപ്പിച്ചു, മാം തന്നെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞില്ല, ജോർജ് സാറിന്റെ കൂടെ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇനിവേ അപ്പൊ വീണ്ടും കഥകൾ പ്രാക്ടീസ് ചെയ്യുക. ഈ കഥകളൊന്ന് കേൾക്കുക കേട്ടോ, ഒന്ന് റെക്കോർഡിങ് വരുമ്പോഴത്തേക്ക് മാം തന്നെ കേൾക്കുക. എന്നിട്ട് അതിന്റെ മോഡുലേഷനും ഇതൊക്കെ കൊടുത്തിട്ട് കഥകൾ പറഞ്ഞ് ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കഥ പറയാം. എല്ലാവരും അപ്പൊ ഇനി അടുത്ത കഥയുമായിട്ട് വീണ്ടും റെഡി ആയിട്ട് വരിക. എപ്പോൾ വേണമെങ്കിലും കഥ പറയാം കേട്ടോ, അതിനോട് പറഞ്ഞാൽ മതി. നമ്മളിതുപോലെ സ്ലോട്ടിൽ കറക്റ്റ് ആയിട്ട് കഥ പറയാനുള്ള അവസരങ്ങൾ കിട്ടും, നമുക്ക് ഉപയോഗിക്കും. അതുപോലെ രമാവതി മാം ഒക്കെ കഥ പറയാൻ റെഡി ആയിരിക്കും. വിൻസെന്റ് സാർ, റോയ് സാർ, രാജു സാർ, സാർ ഇതിൽ പറയുന്നു. ഓക്കെ, ജോർജ് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അവസാനം കൺക്ലൂഷൻ പറയും. സ്നേഹത മാം എന്തെങ്കിലും പറയുന്നോ? ജോർജ് സാറിന്റെ കഥ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ അനുഭവിക്കുന്നത് പോലെ തോന്നി. ആ ഒരു വിധവയുടെ അനുഭവങ്ങള്, മകനില്ലാത്ത ദുഃഖം, അടുത്ത വീട്ടിലെ കുട്ടിയെ വിളിച്ച് സംസാരിച്ച് ആ ദുഃഖങ്ങള് മാറ്റിയെടുക്കാനുള്ള അവരുടെ ശ്രമം, അവസാനം ഇവൻ ചെല്ലാതിരിക്കുമ്പോ അതിനും പരാതിയില്ല അവർക്ക്, എന്നിട്ടും അങ്ങനെ ആ ജീവിതം അങ്ങനെ പോകുന്നു. അടുത്ത വീട്ടിലെ കുട്ടിയെ കണ്ട് ആശ്വസിക്കുന്നു. അതൊരു വലിയ ഫീലിംഗ് തന്നു. താങ്ക് യു ജോർജ് സാർ. രണ്ട് വശമല്ലേ ആ വ്യക്തി അന്തർജനത്തിനുള്ള ഫീലിങ്ങും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫീലിംഗ് ആണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്നത്. കാരണം അവിടെ ഒരു അടിച്ചമർത്തലിന്റെ ഭാഗങ്ങളും അടിമത്തത്തിന്റെ സാധ്യതകളും പുള്ളിക്ക് പോകാനുള്ള സാധ്യത എല്ലാം ഇതിന്റെ അകത്ത് തെളിഞ്ഞു വരുന്നു. വളരെ എന്നാലും അവനൊരു സിമ്പതി കാണിക്കുന്നുണ്ട്, എമ്പതി കാണിക്കുന്നുണ്ട്. അവന്റെ കൂട്ടുകാരൻ ഓർക്കുന്നുണ്ട്. അവൻ സാർ എന്തെങ്കിലും പറയുന്നോ? ജോഷി സാറേ, പൂവമ്പഴം എന്നുള്ള പേര് വരാൻ കാരണം എന്താണ് പറഞ്ഞപ്പോ ഞാൻ ഇല്ലായിരുന്നു ഇവിടെ. പൂവമ്പഴം, അതായത് ഈ ലേഡിയുടെ സ്ഥലപ്പേര് പൂവമ്പുഴ എന്നാണ്. ഈ ലേഡി താമസിക്കുന്ന നാടിന്റെ പേര് പൂവമ്പുഴ എന്നാണ്. അവിടെ നിന്നാണല്ലോ അവരെ വിവാഹം ചെയ്ത് വരുന്നത്. അപ്പൊ അതിന് അവരെ കളിയാക്കി വിളിച്ച ഒരു പേരാണ് പൂവമ്പഴം. പൂവമ്പുഴ എന്നുള്ളതിന് പൂവമ്പഴം എന്ന് വിളിക്കും. എന്നാൽ അത് അവർക്ക് ആ പേര് കളിയാക്കിയതാണെങ്കിലും വളരെ അന്വർത്ഥമാണ്. അത്രയ്ക്കും പൂവമ്പഴം പോലത്തതാണ് അവര്. അതൊക്കെ കഥാകാരന്റെ ചില നല്ല ഭാവനകളാണ് അതെല്ലാം. അതുപോലെ തന്നെ ഒരുപാട് തരം കമന്റുകൾ അതിൻ്റെ അകത്ത് പറയിപ്പിക്കുന്നുണ്ട്. പിന്നെ ആ പെണ്ണിന് എന്നാ പ്രായം, ചെറുക്കന് എന്നാ പ്രായം, ഒരു കല്യാണത്തെ പറഞ്ഞിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാചകം അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, സായിപ്പന്മാർക്ക് അങ്ങനെ ഇല്ല, സായിപ്പന്മാർക്ക് അങ്ങനെ ഇല്ല, ചിലപ്പോ പെണ്ണിനായിരിക്കാം പ്രായം കൂടുതൽ. അപ്പോ അതിവിടെ വേറൊരു മീനിങ് ഈ വായനക്കാരനെ ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുവരുവാനാണ്. അപ്പൊ ഈ കൊച്ചു പയ്യന് പ്രായം കുറവ്, ഈ വിധവയുടെ പ്രായത്തേക്കാൾ കുറവാണെങ്കിലും വേണമെങ്കിൽ ഒരു ആ തരത്തിൽ മോഹിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയാതെ പറയിപ്പിക്കുന്ന ചില വാചകങ്ങൾ, അങ്ങനെ പലതും അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. വായനക്കാരനെ വഴിതെറ്റിക്കും അല്ലേ? അതെ അതെ അതെ. അതില് നീ അങ്ങനെ വരണ്ട, അപ്പൊ നേരെ വഴിയെ പോരുന്നതാണ് നല്ലത്, ചാടിക്കിടക്കുന്നത് വഴിയുള്ളപ്പോൾ ചാടിക്കിടക്കരുത്, ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ സാഹിത്യ ഭംഗി എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുക. തീർച്ചയായും. അതൊന്നും അശ്ലീലമല്ല, നല്ല ഭാവനകളാണ്. അല്ല, അത് തോന്നുന്നു, അത് പെർസ്പെക്റ്റീവ് ആണ്. അശ്ലീലമാണോ അല്ലയോ എന്നുള്ളത് ആളുടെ പെർസ്പെക്റ്റീവ് ആണ്, എന്താണെന്ന് ചിന്തിക്കുന്നത്. അതാണ് ഈ ശരിക്കും നല്ല കലാകാരന്മാര് കഥയും കവിതയൊക്കെ എഴുതുമ്പോഴത്തേക്കും കുറച്ച് ചിന്തിക്കാനുള്ള സ്പേസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ചിന്തിച്ച് അങ്ങ് കയറി പൊക്കോ ഏതെങ്കിലും എന്ന് പറയുന്ന പോലെ. അത് അത്രയ്ക്കും ഗ്യാപ്പിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളൊക്കെ കഥ എഴുതുമ്പോൾ നേരെ പോകും. ഓക്കെ, അർത്ഥങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ല, അതാണ് ഇതിന്റെ വ്യത്യാസം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ജോർജ് സാർ, സ്നേഹിത മാം,
സ്നേഹമാം ഒരിക്കൽ കൂടി കഥ പറയാൻ റെഡി ആയിക്കോളാം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഈ ചെറിയ നല്ല സ്നേഹലതാമാം എവിടെയാ വീട്? കൊല്ലം കൊല്ലം. കൊല്ലം. എന്ത് ചെയ്യുന്നു? ടീച്ചറായിരുന്നോ? ആ ടീച്ചറായിരുന്നു. ഓക്കെ. റിട്ടയർഡ് ആയിരിക്കും അല്ലേ? ആ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ കൊച്ചുമക്കളെ വളർത്തുന്നു. ഓക്കെ. ഏഴുമണിയാകുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ? കൊല്ലത്തെവിടാ? കടപ്പാക്കട. ആ ആ. അപ്പൊ കറക്റ്റ് പ്രോപ്പർ കൊല്ലം എന്ന് വേണേലും പറയാം അല്ലേ? ആ. ഓക്കെ. പൂവമ്പഴം പേരുള്ള ഒരു കഥ ബഷീർ എഴുതുന്നു. ബഷീറിന്റെ ഒരു കഥയുണ്ട് പൂവമ്പഴം. ഫേമസ് ആയിട്ടുള്ള കഥയാണ്. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. നാളെ നമുക്ക് മൈൻഡ്ഫുൾ സ്കൂളിംഗ്. രാജു വലിപ്പ സാറിന്റെ ശ്രീമതി ഒരു നല്ല കലാകാരിയാണ് കേട്ടോ. ശ്രീമാന്റിയോട് പറയാൻ ഒരു കഥ പറയാൻ. രാജു സാറേ ഒരിക്കലും വന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാം. അതൊരു ക്ലാസ് ആയിട്ട് കഥയുടെ പറഞ്ഞ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. സി യു.